കർത്താവിൻ്റെ ധന്യനാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയവചനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീർന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി നിറ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാവും പുകഴുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാ പുകഴ്ചകളും ബഹുമാനത്തിനും യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ അവിടുത്തെ മുൻപാകെ മടങ്ങും. യേശുക്രിസ്തു കർത്താവ് നേറ്റു പറയുന്ന നാഴിക വന്നുവരിക്കുന്നു. പ്രകൃതിയിന്മേലും പ്രപഞ്ചത്തിന്മേലും അധികാരം നമ്മുടെ കർത്താവിന് മാത്രമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സൂക്ഷിച്ചെങ്കിലേ സൂക്ഷിപ്പുള്ളൂ. രാജ്യത്തിന് ടൈറ്റ് സെക്യൂരിറ്റികളുണ്ടായാലും ഉന്നതരായ പട്ടാളക്കാരുണ്ടായാലും ഒരു വെള്ളപ്പൊക്കമോ ഒരു കൊടുങ്കാറ്റോ വന്നാൽ അവർക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. വെള്ളപ്പൊക്കത്തെയോ കൊടുങ്കാറ്റിനെയോ എത്ര സെക്യൂരിറ്റി ജാഗ്രതയോടെ നിന്നാലും അവർക്കത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ ദൈവം നിൽക്കാൻ പറഞ്ഞാൽ പ്രകൃതി നിൽക്കും. ദൈവത്തിൻ്റെ കരം ഇന്നും നമുക്ക് അനുകൂലമാവും. തിരകളെത്ര അടിച്ചാലും അതിന് പഞ്ചസാര മണൽ കൊണ്ട് അതിരുവെച്ച് ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഇവിടം വരെ വരാവൂ, ഇതിനപ്പുറം നിനക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞു ആ കമാൻഡാണ് അലറി വരുന്ന തിരകളെപ്പോലും അങ്ങനെ നിർത്തുന്നതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, സകലത്തിന്മേലും അധികാരം ആവർത്തിച്ച് പറയുന്നു നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് അധികാരങ്ങൾ സ്ട്രോങ് ആയാലും എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഒരു ദുരന്തത്തിനും അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ സകല രാജ്യങ്ങളുടെ മേലും അധികാരം എൻ്റെ കർത്താവിന് മാത്രമാണ്. കാറ്റടിച്ചു, തിരത്തള്ളി പടകിലേക്ക് കയറുന്നു. ശിഷ്യന്മാർ പേടിച്ചു നിലവിളിച്ചു. യേശു പറയുകയാണ്, കാറ്റേ അടങ്ങും, കടലെ ശാന്തമാകും. അടുത്ത നിമിഷം കാറ്റും കടലും അടങ്ങി, ശാന്തത വന്നു. അവർ ചോദിക്കുക, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നവനാർ? കാറ്റും കടലും അനുസരിക്കുന്നവൻ നമ്മുടെ കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ മാത്രമാണ്. ആ കർത്താവിൻ്റെ കമാൻഡിന് മാത്രമാണ് കാറ്റിനെയും കടലിനെയും നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന. ആ കമാൻഡിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രിയ സഹോദരങ്ങളെ, യോർദാൻ അടിച്ചാലും കവിഞ്ഞു വന്നാലും അതിനെ നോക്കി തിരിഞ്ഞു പോകാൻ പറയാനുള്ള ഒരാത്മിക അധികാരം കർത്താവ് നമുക്ക് കൈമാറിയിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അവയിലൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഈ ഉറപ്പുണ്ടോ? ശക്തികളില്ലെന്നല്ല ദൈവം പറഞ്ഞത്, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. ഇതുണ്ട്, പക്ഷേ അതിന്മേലെല്ലാം നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകി. ദുഷ്ടശക്തികളെ കീഴാക്കാൻ
ചവിട്ടിമെതിക്കാൻ, ചതച്ചരയ്ക്കാനുള്ള ഒരു സ്പിരിച്വൽ അതോറിറ്റി കർത്താവ് നമുക്ക് നൽകിയെങ്കിൽ അത് യൂസ് ചെയ്യാൻ ഭയപ്പെടാതെ, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശമാണ്, ആത്മാവാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വളരെ സുപരിതമായൊരു വാക്യം വീണ്ടും ചിന്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇത് അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്ത ആദ്യ അത്ഭുതമാണ് കനാവിൽ സംഭവിച്ചത്. എല്ലാവരും മാറ്റി നിർത്തിയ, മരണത്തിൻ്റെ നിഴലുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഉത്തരവില്ലാതെ പലരും പകച്ച് പരിഹസിച്ച് ഒതുക്കി നിർത്തിയ ഗലീല, അവിടെയാണ് അടയാളങ്ങളുടെ ആരംഭമായി കർത്താവിൻ്റെ അത്ഭുതം നടന്നത്. ഈ പകൽ വിളിച്ചു പറയുന്നു, മനുഷ്യൻ മാറ്റി നിർത്തി ചോദ്യചിഹ്നമായി ചർച്ച ചെയ്യുന്ന, ഇരുളെന്ന് പറയുന്ന ഇടത്ത് ചില അടയാളങ്ങൾ ഇന്ന് പകൽ ചെയ്യാൻ, ചില സിഗ്നലുകൾ വരുത്താൻ, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുത്താൻ എൻ്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതിയെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. അതുവരെ നീ ഒരു ചോദ്യചിഹ്നമായി കാണും. പക്ഷേ കർത്താവിൻ്റെ അത്ഭുതം നിന്നിൽ തുടങ്ങിയാൽ നീ അടുത്ത നിമിഷം ഒരു ആശ്ചര്യ ചിഹ്നമായി മാറും. നിന്നെ നോക്കി പലരും അതിനു മുമ്പ് മുഖത്ത് വിരൽ വെച്ചില്ലേ? പക്ഷേ അടുത്ത നിമിഷം കർത്താവിൻ്റെ പ്രവൃത്തി വന്നപ്പോൾ പലരുടെയും വായ് പൊത്തി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദ്യം അവിടെ പ്രസക്തമായില്ലേ? നമ്മുടെ കുറിവാക്യം ഒന്ന് ശ്രദ്ധിച്ച്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആ ദേശങ്ങളിൽ ഒത്തിരി കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലായിടത്തും യേശു ഇല്ലായിരുന്നു, യേശുവിനെ ക്ഷണിച്ചില്ലായിരുന്നു. ഈ ഒരു കുടുംബം പ്രത്യേകമായി യേശുവിനെ ക്ഷണിച്ചു. യേശുവിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒത്തിരി റിസ്ക് ഇതിൻ്റെ പിന്നിലുണ്ടാകും. യേശു വരുമ്പോൾ ഒത്തിരി ആളുകൾ വരും. വീട്ടിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. വീട്ടുടയവന് പലതും ഫേസ് ചെയ്യേണ്ടി വരും. എങ്കിലും ഇവർ വിളിച്ചതാരാന്ന് ഇവർക്കറിയാം, ഇവരുടെ വീട്ടിൽ വന്നതാരാന്നറിയാം. പ്രിയ സഹോദരങ്ങളെ, ആരില്ലെങ്കിലും കർത്താവ് നമ്മുടെ ഭവനത്തിനകത്തുണ്ടാവണം, എന്നും ഉണ്ടാവണം. ആ പ്രസൻസ് എപ്പോഴും അനുഭവിക്കണം. അങ്ങനെ കർത്താവിനെ ഈ കുടുംബം ക്ഷണിച്ചത് കൊണ്ടാണ് കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ഒത്തിരി ത്യാഗങ്ങളുണ്ട്. കർത്താവിനെ അറിയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ അഞ്ഞടിക്കും, റിസ്കുകൾ വരും. അതിൻ്റെ നടുവിലും കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറായ കുടുംബം ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. ചില മിനിറ്റുകൾ ഷോർട്ടേജ് അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പുറത്തൊരു കാര്യം ഓർത്തോണം, എൻ്റെ അകത്തൊരുവൻ വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ ഒരുവനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സാന്നിധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്യക്കോലമാവില്ല. ഈ ഷോർട്ടേജ് ഞങ്ങളെ പ്രശംസയാക്കി മാറ്റാൻ പോകുക. പ്രിയരെ, കർത്താവ് വന്നെങ്കിൽ ഇപ്പോഴനുഭവിക്കുന്ന ചില ഷോർട്ടേജുകൾ, കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മധ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ, അത് നിങ്ങൾക്ക് ഗുണമായി മാറും, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. കാരണം കർത്താവ് വന്ന് ഒരു കുടുംബം ചോദ്യം ചെയ്യപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല.
കർത്താവിനെ ക്ഷണിച്ചെങ്കിൽ വീഞ്ഞു പോരാതെ വന്നാൽ ഇവർ വിളിക്കപ്പെട്ട അതിഥികളുണ്ടല്ലോ, അവർ പരസ്പരം ചർച്ച ചെയ്യില്ലേ? ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വീഞ്ഞ് കിട്ടിയില്ല എന്ന് പറയാറില്ലേ? അത് ഈ കുടുംബത്തിനെന്നും ഒരു അപമാനമല്ലേ? പക്ഷേ അത് മാറ്റാൻ കഴിവുള്ളവനാ നിൻ്റെ കൂടെയുള്ളവൻ. പലരും നിന്നെ അപമാനിക്കാൻ, ചർച്ച ചെയ്യാൻ, നിൻ്റെ സബ്ജക്റ്റ് ഷെയർ ചെയ്യാൻ നോക്കി നിൽക്കുമ്പോൾ നിൻ്റെ കൂടെ ഒരുവനുണ്ട് നിന്നെ മാന്യതയിലേക്ക് കൊണ്ടുവരുന്ന, നിൻ്റെ വിഷയത്തെ പ്രശംസയാക്കി മാറ്റുന്ന, നിൻ്റെ സബ്ജക്റ്റിനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന. നോക്കി നിൽക്കുന്നവർ മുമ്പാകെ ഏറ്റവും ടേസ്റ്റുള്ളത്, ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും ടോപ്പായത് തുറക്കാൻ കഴിവുള്ളവനെയാ നീ വിളിച്ചപേക്ഷിച്ചത്. ആ കർത്താവിൻ്റെ ഇടപെടലാണ് നിൻ്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുന്നത്. യേശു വന്നാൽ അത്ഭുതം നടക്കും. നിൻ്റെ ശരീരത്തിൽ അത് നടക്കും, നിൻ്റെ കുടുംബജീവിതത്തിൽ അത് നടക്കും, മിനിസ്ട്രിയിൽ അത് നടക്കും. അഭിഷിക്തന്മാരെ തലമുറകൾ നടക്കും. ഇതുവരെ നടക്കാത്തത്, ഇതുവരെ ആരും കാണാത്തത്, വർഷങ്ങളെടുത്ത് ചില പ്രോസസ്സിങ്ങിലൂടെ പുറത്തു വരേണ്ട വൈനാണ് ഒറ്റ നിമിഷം കൊണ്ട് ചേഞ്ച് വന്നത്. അങ്ങനെയെങ്കിൽ വർഷങ്ങളും മാസങ്ങളും എടുത്ത് ചെയ്യേണ്ട ചില വിഷയങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ പെട്ടെന്ന് ക്ഷണത്തിൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കൂ. ആ സാന്നിധ്യം നിങ്ങളെല്ലാ ദിവസവും അനുഭവിക്കാൻ തയ്യാറാകൂ. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ അകത്ത് വന്നാൽ ഇപ്പോഴനുഭവിക്കുന്ന ചില ഷോർട്ടേജുകൾ നിറവായി വെളിപ്പെടും. ഇപ്പോൾ അനുഭവിക്കുന്ന ചില ചോദ്യങ്ങൾ കർത്താവെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഉത്തരമായി വെളിപ്പെടും. സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി അങ്ങ് ആദരിക്കുന്നതിന് സ്തോത്രം. എൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നസറ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി ആദരിക്കുന്നതിന് സ്തോത്രം. വലിയ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. കൃപ കൂടെയിരിക്കും. യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, കർത്താവെന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യമെന്നും അനുഭവിച്ചാൽ നിൻ്റെ കുടുംബം പരാജയപ്പെടില്ല, ദേശത്തോടെ അടയാളമായിരിക്കും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബെഞ്ചമിൻ.